ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കാര്യം കേട്ടോ. അതായത് ഡൈനിങ് ടേബിൾ നമ്മളെ ചാനലിൽ ഇതിന് മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡൈനിങ് ടേബിൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിലേക്ക് കയറി വരുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഹാളിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ മച്ചിലേക്ക് കയറുന്ന ഭാഗത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു അടിപൊളി ഒരു ഡൈനിങ് ടേബിളാണ്. ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മരമല്ല കമ്പി കൊണ്ട്, അതായത് ബാക്കി വന്ന് നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്ത ബാക്കി വന്ന കമ്പി കൊണ്ട് നമ്മൾ ചെയ്ത ഒരു അടിപൊളി ഒരു ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കിടക്കുന്ന രീതിയിൽ ഇതേപോലത്തെ ഡിസൈന് നമ്മൾ മരത്തിൽ ചെയ്യണമെങ്കിൽ ഞാൻ തേക്കിൻ്റെ കാര്യത്തിലൊക്കെ കുറേ അന്വേഷിച്ചാണ്. അപ്പോൾ അതിനൊക്കെ ഏകദേശം 20 രൂപ, 18 രൂപ, 15 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലൊക്കെയാണ് ഇത് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയലിൻ്റെ വർക്ക് ചെയ്യണ നമ്മുടെ അനീഷറിനോട് നമ്മൾ ചോദിച്ചു, എങ്ങനെയാണിത് ചെയ്യുക, എന്താണ് ചെയ്യേണ്ട കാര്യം, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ, അതായത് ഓൺലൈനിൽ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇത്. നിങ്ങൾ കണ്ടോ, അതായത് മുക്കാലിൻ്റെ സ്ക്വയർ പൈപ്പാണ് നമ്മൾ ഇടയിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ സ്ക്വയർ പൈപ്പും, അതായത് ഈ ഒരു 2 സൈഡ് ഈ ഒരു ഡിസൈനും ഈ ഒരു 2 സൈഡ് വേറെ ഡിസൈനുമാണ്. അതായത് രണ്ട് ഭാഗത്തും 2 ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്നറിയില്ല, ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബ്ലാക്ക് കളറ് ഗ്ലാസ് ഇടും. അതായത് മൊത്തത്തിൽ ഒരു ഗ്ലാസ് ഇടും. ഈ ഗ്ലാസ് ഇട്ടിട്ട് ഈ ഒരു മേശ, ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അടിയിൽ ബുഷ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരാജയങ്ങളുണ്ടാവും. നമ്മളെ ടൈലിന് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ ടൈലിൽ വര വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയർ. അത് ഈ സൈഡിലേക്ക് 4 സൈഡിലേക്ക് അത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വലിക്കുക. അതായത് 4 സൈഡിലേക്കാണല്ലോ നമ്മൾ ഇരിക്കുക. അപ്പോൾ ഈ ഒരു 2 സൈഡ്, അതേപോലെ ഈ ഒരു 2 സൈഡ് ഇങ്ങോട്ടാണ് നമ്മളിത് ഇരിക്കുക. ഇനി ഇരിക്കുന്ന സമയത്ത് നമുക്ക് സുഖസുന്ദരമായിട്ട് ഇത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കാലൊന്നും തട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കാല് വെച്ചിരിക്കുന്നത്, നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ താഴത്ത് നമ്മുടെ കാല് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഒറ്റ കളർ കൊടുക്കണം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മരത്തിൻ്റെ ഡിസൈൻ കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. മരത്തിൻ്റെ ഡിസൈൻ ആകുമ്പോൾ ഇതിൻ്റെ അഭിപ്രായത്തിൽ ഈ ഭാഗത്ത് കൂടി നമ്മൾ പെയിൻറ്റ് ഭയങ്കരമായിട്ട് ഡിസൈൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും കാണാത്ത ഏരിയയാണ്, ബ്ലാക്ക് കളറായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കൂടി ഒന്നും കാണാൻ കഴിയില്ല. ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താഴത്ത് ഒരു പ്ലസ് പോലെയാണ് താഴത്ത് കിടക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതിപ്പോൾ കണ്ടില്ലേ, 2 സൈഡ് നമുക്ക് കൈ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ. ഒരു സൈഡ് കൈ വയ്ക്കാം, ഈ ഒരു സൈഡും കൈ വയ്ക്കാം. 2 സൈഡിലേക്ക് കൈ വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ കയറി വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫാമിലി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ വീടിൻ്റെ ഒരു ഭാഗത്ത് കൂടി നമുക്കതിനൊരു സ്ഥലം മുടക്കൊന്നുമില്ല. അതായത് സാധനം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം നേരെ ഇവിടേക്ക് വയ്ക്കും. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണിൽ വെച്ചതിന് ശേഷം ഓപ്പൺ കിച്ചണിന് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഓപ്പൺ കിച്ചണുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. താങ്ക് യു.